വെൽക്കം ടു കുക്കാസ് മാജിക്. ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ കറിയാണ്. നമ്മുടെ കയ്യിൽ ഒരു 2 സവാള ഉണ്ടെങ്കിൽ മറ്റ് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്തപ്പം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തു വിടാം. ഇതുണ്ടെങ്കിൽ ചിക്കൻ്റെയോ മീൻ്റെയോ ഒന്നും ആവശ്യം വരില്ല, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാനൊരു ചീൻചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി ഒരു പകുതി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം. അപ്പോൾ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പം ഒരു 3-4 വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ സവാള 2 മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്ത് എടുത്തു, അതും കൂടെ ചേർക്കാം. നീളത്തിൽ അരിഞ്ഞെടുക്കണ്ട, ഇതുപോലെ ചോപ്പ് ചെയ്ത് തന്നെ എടുക്കുക കേട്ടോ. ഇതൊന്ന് വഴട്ടിയെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊരു നെല്ലിക്ക സൈസിലുള്ള വാളംപുളി കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളത്തിൽ, ചെറു ചൂടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു. അത് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി. ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ചതച്ച് എടുക്കണം. ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർക്കാം. അപ്പോൾ വെളുത്തുള്ളി കണ്ടോ, ഒരുപാടങ്ങ് ചതഞ്ഞു പോയിട്ടില്ല. ഒരു വെളുത്തുള്ളി ഒന്ന് 2 ആവുന്ന രീതിയിൽ ക്രഷ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതയ്ക്കുമ്പോൾ ഇടിക്കുന്ന കല്ലിൽ ഒന്ന് ലൈറ്റായിട്ട് ഇടിച്ചെടുത്താൽ മതി. മിക്സിയിലിട്ട് ചതയ്ക്കരുത്, ഒരുപാടങ്ങ് അരഞ്ഞു പോകും. ഇനി നമ്മുടെ കയ്യിൽ ഇടിക്കുന്ന കല്ലില്ല എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഹോളായിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക, പ്രശ്നമില്ല കേട്ടോ. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഈ ഒരു സ്റ്റേജ് എത്തുന്നിടം വരെ എണ്ണയൊക്കെ തെളിഞ്ഞ് സവാളയൊക്കെ ചുരുങ്ങി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കണ്ടോ. ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുന്നിടം വരെ നമ്മൾ കുക്ക് ചെയ്യണം, അപ്പോഴേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി തീയൊന്ന് കുറച്ച് വെക്കാം. പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ കായപ്പൊടി 1/4 ടീസ്പൂൺ, കൂടി പോരുത് കേട്ടോ കായപ്പൊടിയൊന്നും, ഒരു കയ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് ഒന്ന് മൂക്കട്ടെ. ഇനി ബാക്കിയുള്ള പൊടികളൂടെ ചേർക്കാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, വലിയ സ്പൂണിന് ഹീപ്ഡായിട്ട് 1 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി വേണ്ടത് മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 2 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തിട്ടു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതിപ്പോൾ തീ കുറച്ച് വെക്കുക, തീ കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോവും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളുടെ റോ സ്മെല്ലെല്ലാം മാറണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നിടം വരെ കുക്ക് ചെയ്യുക. ഇതിൽ നമ്മളിപ്പം ഇത്രയും മല്ലിപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് ആ പച്ചമണം മാറിയില്ലെങ്കിൽ മല്ലിപ്പൊടിയുടെ കുത്തലിങ്ങനെ മുന്നിട്ട് നിൽക്കും. അതുപോലെ മുളക് പൊടി ഞാനിതിൽ ചേർത്തത് കാശ്മീരി എരിവുള്ള മുളക് പൊടിയുടെ ഒരു കോമ്പിനേഷനാണ്. ഇപ്പോൾ പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് പുളി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഈ ഒരു കറിക്ക് ഇത്രയും പുളിയൊക്കെ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് അത്യാവശ്യം എരിവുണ്ടാകണം. നമ്മൾ കാശ്മീരി മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് എരിവുണ്ടാവില്ല. അപ്പോൾ കുറച്ച് എരിവുള്ള മുളക് പൊടിയൂടെ ചേർക്കണം. അത് നമ്മുടെ ഒരു എത്രമാത്രം എരിവ് വേണമെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആ പുളി ജ്യൂസ് ഫുൾ പിഴിഞ്ഞ് എടുക്കുകയാണ്. മൊത്തത്തിലിപ്പം 1 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. കറി ഇനി ഇരുന്ന് നന്നായിട്ട് തിളക്കേണ്ടതാണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്ത് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇരിക്കുമ്പോഴും തിക്കാവുന്നൊരു കറിയാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നല്ല ലൂസായിട്ടിരിക്കണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനിയും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ശർക്കര ചേർക്കാം. ഈ ശർക്കര കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. ആ പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ്ഡായി വരാൻ ചെറിയ ഒരു മധുരം, ഒന്നെങ്കിൽ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യുക. അങ്ങനെ മധുരമൊന്നും പൊങ്ങി നിൽക്കത്തില്ല കേട്ടോ, ഒരു ബാലൻസ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, നല്ല ലൂസായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇതുപോലെ ഇരിക്കണം. ഇപ്പോൾ ഉപ്പോ എരിവും ഒക്കെ ചെക്ക് ചെയ്യുക. എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം. അപ്പോൾ എനിക്കെല്ലാം കറക്റ്റാണ്. ഞാനതിപ്പം അടച്ച് വെക്കുകയാണ്. ഇതിനെ ഇരുന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ച് എടുക്കുമ്പം ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയൊക്കെ ഇങ്ങനെ മേളിലോട്ട് തെളിഞ്ഞ് വരും. കണ്ടോ, ഇപ്പോൾ കറി ഒന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ.
അപ്പോൾ ഇതിൽ ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. തിളച്ച് കഴിയുമ്പം ഇപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർക്കാം. എനിക്ക് ഇപ്പോൾ ഉപ്പിൻ്റെ ഒന്നും കുറവില്ല, കറക്റ്റാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. ഞാൻ ഫ്ലെയിം ഓഫാക്കി. ഇതിപ്പോൾ ഉണ്ടാക്കി ഉടനെ സെർവ് ചെയ്യരുത്. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാനാണെങ്കിൽ ഇത് രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കുക. ഇത് ഇരിക്കുമ്പോൾ രുചി കൂടും. അങ്ങനത്തെ ഒരു കറിയാണ്. നമുക്കിത് സ്റ്റോർ ചെയ്യാം. ഒരു 1 വീക്കൊക്കെ നമുക്കിത് റെഫ്രിജറേറ്റ് ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.